ഇന്ന് രണ്ടുപേർക്കും കഴിക്കാൻ മടിയാണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വാരിത്തരും. രണ്ടുപേരും 10 ഉരുള വീതം കഴിച്ചാൽ മതി. 5 ശരി, 5 എങ്കിൽ 5. പക്ഷെ അത് വലിയ ഉരുളയായിരിക്കും. അയ്യോ, അത് പറ്റില്ല. എന്നാ രണ്ടുപേരും കണ്ണടച്ചിരിക്കണം. ഞാനേ ഓരോ ഉരുള ഉരുട്ടി വായി വെച്ച് തരും. ഓക്കെ ആണോ? പിന്നെ ഒരു കാര്യണ്ട്, ഉരുള കൊണ്ടുവരുന്ന ഞാനല്ല, പിന്നെ ആരാ? കാക്കച്ചിയ. കാക്കച്ചിയോ? ആ, കാക്കച്ചിയൻ. ദേ കണ്ണടച്ചിരുന്ന ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ കണ്ണടച്ചോ. ആ, ദേ കാക്കച്ചിങ്ങനെ എലിശ്ശേരി രസോ അച്ചാറൊക്കെ കൊണ്ടിങ്ങനെ കൊഴിച്ചോണ്ടിരിക്ക. ആ, ദേ രണ്ടുപേരും കണ്ണു കൊടുക്കല്ലേ. ഇല്ല. അപ്പൊ ആദ്യം പപ്പി മോൾക്ക്. പപ്പി. ആ, ഇനി അടുത്തത് കാക്കച്ചി നമ്മുടെ സത്യമോൾക്ക്. വാതർന്നോ. എന്റെ മക്കൾ ഇപ്പോഴാണ് ശരിക്കും വേണ്ടി തുടങ്ങിയത്. ശരിയാ, രണ്ടും പേടിച്ചിരിക്കുവായിരുന്നല്ലോ. എങ്ങനെയുണ്ട് കാക്കച്ചിയുടെ ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ വീണ്ടും കണ്ണടച്ചിരുന്നോ. വീണ്ടും കാക്കച്ചി ഉരുളിയും കൊണ്ടുവരുന്നുണ്ട്. ആ, കാക്കച്ചി എങ്ങനെയാ വരിക? ഇനിയിപ്പോ ആദ്യം കാക്കച്ചി പപ്പി മോളിന്റെ അടുത്തേക്ക് വരും. പപ്പി മോള് കഴിച്ചു കഴിഞ്ഞാ അപ്പൊ പപ്പി മോള് കഴിച്ചു കഴിഞ്ഞു. ദേ അടുത്തത് എന്റെ സത്യമോൾക്ക്. ദേ 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 വന്നു വന്നു. ആ, ഇനി അടുത്ത് തരട്ടെ. ആ, സുബൈദ, സുബൈദ. നൂർജഹാനെ ഒന്ന് വിളിക്ക്. ഓള് കിടക്കുവാണെന്ന് തോന്നുന്നു. അതെന്താ ഈ സമയത്ത് ഒരു കിടപ്പ്? തലവേദനയും മറ്റും എടുക്കാണെന്ന് പറഞ്ഞാ കിടന്നത്. ഓ, അവളിപ്പോ നമ്മക്കാ തലവേദന ഉണ്ടാക്കുന്നത്. നീ അവളേക്ക് വിളിക്ക്. ഇതൊക്കെ അവക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇത് അവക്ക് കൊടുക്കാൻ വേണ്ടിയായി ഈ വിളിക്കുന്നത്. ആ, പുതിയ രീതിയിലുള്ള ഡിസൈൻ തന്നെയാണെന്നാ ആ സെയിൽസ്മാൻ പറഞ്ഞത്. ഓ, ഇനി ഡിസൈൻ ഇച്ചിരി പഴയതാണെങ്കിലും കാര്യങ്ങൾ നടക്കട്ടെ, പിന്നീട് നമുക്ക് മാറ്റി വാങ്ങിക്കാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അവളുടെ നിൽപ്പ് കണ്ടില്ലേ സുബൈദ? ഇനിയിപ്പോ എന്താ ഞാൻ പറയേണ്ടത്? നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഇവളുടെയും കൂടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ? അതെന്താ ഇവള് മനസ്സിലാക്കാത്തത്? ഈ നന്മ എനിക്കിപ്പോ വേണ്ട. ബാപ്പയോട് തർക്കത്തിന് പറയുന്നോടി. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും.
അതറിയാവുന്നത് കൊണ്ട് തന്നെയാ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് പഠിക്കണം. പഠിച്ചോ, കല്യാണം കഴിഞ്ഞും പഠിക്കാലോ. എത്രയോ പെൺകുട്ടികൾ വീട്ടിലിരുന്നും പഠിക്കുന്നു. അവരും പരീക്ഷ എഴുതുന്നില്ലേ, പാസ്സാവുന്നില്ലേ? അതുപോലെ വേണമെങ്കിൽ നീയും പഠിച്ചോ. കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള പരാതി ഒന്നും പറയില്ലല്ലോ. അങ്ങനെയല്ല, ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന കോഴ്സ് എനിക്ക് പൂർത്തിയാക്കണം. അത് കഴിഞ്ഞ കല്യാണത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റൂ. അത് നീയല്ല തീരുമാനിക്കുന്നത്. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ല അല്ലേ? മാമിയെങ്കിലും പറ. എനിക്ക് പഠിക്കണം, പഠിച്ചേ ഒക്കൂ. എന്തിനാ അവളെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? പഠിക്കാൻ ഇഷ്ടമെങ്കിൽ അവൾ പഠിക്കട്ടെ. എന്നിട്ട് അവളുടെ പഠിത്തം കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം നടത്താം. ദേ, നീ ഒറ്റ ഒരുത്തിയാ അവൾ ഇത്രയും വഷളാക്കുന്നത്. എന്റെ വാക്ക് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ നിനക്കും ഇവിടെ നിൽക്കാം, അവൾക്കും ഇവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ രണ്ടിനെ അടിച്ച് ഞാൻ പുറത്താക്കും. ഞാൻ തീരുമാനിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ കല്യാണം നടക്കും, നടത്തിയിരിക്കും ഞാൻ. ദേ, നിന്റെ ബാപ്പ തളർന്നു കിടക്കുക. നോക്കാൻ ഇവിടെ ആളില്ല. എനിക്ക് തിരിച്ചു പോവും വേണം. പോകുന്നതിന് മുമ്പ് എന്റെ മോന്റെ കല്യാണം എനിക്ക് നടത്തണം. അതെന്റെ ഉത്തരവാദിത്തമാണ്.